89.6 FM സർഗക്ഷേത്ര ഹാപ്പി അവേഴ്സ്. കുറച്ച് നേരം മുന്നേ, അതായത് പാട്ടുകൾക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഷോയിൽ നിന്ന്. കേരളക്കരയാകെ ചർച്ചയായിട്ട് നിൽക്കുന്ന ആ ഒരാൾ ആര് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റാരുമല്ല, നീരജ അരുണാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരു കോഴിക്കോട്ടുകാരി. ആ ഒരാളുടെ പ്രത്യേകതകൾ പറയുമ്പോഴേക്കും കൽക്കി 2898 AD എന്നുള്ള സിനിമയുടെ അതിൻ്റെ മലയാളം വേർഷൻ ഡയലോഗ്സ് എഴുതിയിരിക്കുന്ന, സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരമുണ്ട്. നമസ്കാരം ചെയ്തു. എന്താണ്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സന്തോഷങ്ങളൊക്കെ? സർ, നല്ല രീതിയിൽ പോകുന്നു, നല്ല റെസ്പോൺസസ് കിട്ടുന്നു, അതിന്റെ സന്തോഷം. ഓക്കെ, എങ്ങനെയാണ് നീരജ് ഈ പ്രോജക്റ്റിലേക്ക് എത്തിയത്? ഇപ്പൊ കൽക്കി 2898 AD എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ്, 600 കോടി ബജറ്റ് ഒക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പ്രോജക്റ്റിലേക്ക് എത്തിയത്? ഞാൻ ഇത് ബേസിക്കലി നമ്മൾ മലയാളം ഡബിംഗ് അല്ലെങ്കിൽ റീജണലൈസേഷൻ ചെയ്തിരിക്കുന്ന വോക്സ്കോം എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിയുടെ ഡബിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അജിത്ത്, അരുൺ, അവരുടെ കൂടെ ഞാൻ മുമ്പും അവരുടെ ചില സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ടീമായിട്ട് കൽക്കി വൈജയന്തി മൂവീസ് നമ്മളെ അപ്രോച്ച് ചെയ്തു. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു കോഴിക്കോട്ടുകാരി തന്നെയാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും തിയേറ്ററിലൊക്കെ ചർച്ചയായിട്ട് നിൽക്കുന്നത്. കാരണം ഡയലോഗ്സ് ഒക്കെ അത്രയും ഗംഭീരമായി, നല്ല രസമുണ്ട്, നല്ല സിങ്ക് ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കാര്യങ്ങൾ, എങ്ങനെയാണ് ഡയലോഗ്സ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കൂ, കേട്ടിരിക്കൂ. സേതുവാണ് കൂടെ. ഇത് ഹാപ്പി അവേഴ്സ് ആണ്. കാതോരം, കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര ഹാപ്പി അവേഴ്സ്. നമ്മളെ കൂടെ ദേ ഉള്ളത് ഒരു കിടിലൻ എഴുത്തുകാരിയാണ്. കൽക്കി 2898 AD എന്നുള്ള സിനിമയുടെ ഡയലോഗ്സ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരാൾ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. നീരജ അരുണാണുള്ളത്. അപ്പോൾ നീരജ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നമ്മൾ ഇതിന് മുന്നേ, ഇപ്പോൾ പണ്ട്, അതായത് ഒരു 10 വർഷം മുന്നേ ഒക്കെ ഡബ് സിനിമകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആകെ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നു അതിനോട്. എത്രയൊക്കെ വലിയ സ്റ്റാഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. നമ്മൾ പൊതുവേ അതിൻ്റെ ഒറിജിനൽ കാണാനായിട്ട് നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഡബ് വേർഷൻ ശരിക്കും ഒറിജിനൽ വേർഷൻ്റെ അത്രയും തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ഇതിൻ്റെ അകത്ത് ഡയലോഗ്സ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റ് സിനിമകളിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ? അതായത് യൂഷ്വലി തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു 2-3 വർഷം അല്ലെങ്കിൽ ഒരു 4 വർഷമൊക്കെ ആയിട്ട് ഈ ഡബിംഗ് സിനിമകളോട് പ്രേക്ഷകർക്കുള്ള ഒരു അപ്രോച്ച് തന്നെ മാറിയിട്ടുണ്ട്. അത് ഓൾറെഡി നല്ല മൂവീസ് ആ രീതിയിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഈ പറയുന്ന ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കമ്പനി വോക്സ്കോം എന്ന് പറയുന്ന കമ്പനിയായിരുന്നു നമ്മൾ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തത്. അപ്പം അതിലൊക്കെ തന്നെ തമിഴിന്റെ ഭാഷാപരമായിട്ട് തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ അത്തരം സിനിമകൾക്കൊക്കെ കിട്ടിയിട്ടുള്ള കയ്യടി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പ്രേക്ഷകർക്ക് ആ ഒരു രീതിയിൽ, ക്വാളിറ്റിയിൽ അവർക്ക് ആ ഔട്ട് മലയാളത്തിൽ കാണുമ്പോൾ കിട്ടുന്നതുകൊണ്ട് ആ ഒരു അപ്രോച്ച് തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഓൾറെഡി പ്രേക്ഷകർ ആ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് എഴുതുമ്പോഴായാലും അല്ലെങ്കിൽ ഇപ്പൊ ഡബിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എഴുതുമ്പോൾ ഇതില് മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ലിപ്സിംഗിൽ ഒരു മാറ്റം വന്നു, അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഒതുങ്ങാതെ ഒരു എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു വാക്ക് വന്നു, അല്ലെങ്കിൽ നമുക്ക് ഡയലോഗ് കേൾക്കുമ്പോൾ ഒരു ഭംഗിയില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പൊ ആ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് എഴുതുമ്പോൾ വിചാരിച്ചിരുന്നത്. ഇതിപ്പോ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിലെ മുൻനിര താരങ്ങൾ, അതായത് നടന്മാരും നടിമാരും തന്നെ ഡബിങ്ങിന് എത്തുന്നു എന്നൊക്കെ ഉള്ളത് തന്നെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? അതെ തീർച്ചയായിട്ടും. എനിക്ക് അതില് നമ്മളിപ്പോ DQനെ കണ്ടപ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ അന്നാബൻ, ഇങ്ങനെയുള്ള ശോഭന മാം, ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകൾ എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ആ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അന്നാബൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഇപ്പൊ എല്ലാവർക്കും അറിയാം. കാരണം ഒരു യങ്സ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഫീമെയിൽ ആക്ട്രസ് അവിടെ പോയിട്ട് അത്രയും കുറെ റിസ്ക് ഉണ്ട് ആ റോളില്, അതില് പെർഫോമൻസിൽ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒരു ഡ്യൂപ്പ് പോലും ഇല്ലാതെ അന്ന അഭിനയിച്ചു എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതേപോലെ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴേ ഇപ്പൊ കന്നഡ, തെലുഗു സിനിമകളാണല്ലോ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോ മറ്റു ഭാഷകളെക്കാളും എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു റേഷ്യോ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോ അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴേക്കും അതിന്റെ അകത്ത് ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഡയലോഗ് എഴുതുന്നതിൽ? ഡയലോഗ് എനിക്ക് ഇപ്പോഴും ഒരു ചലഞ്ചായിട്ട് തോന്നാറുള്ളത് ഹ്യൂമർ വർക്ക് ചെയ്യുമ്പോഴാണ്. കാരണം പല സിനിമകളിലും ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അവർ കൊളോക്കിയലായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ റീജിയൻ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ, അല്ലെങ്കിൽ അവർ ഡയലോഗ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ അതിനെ ലോക്കലൈസ് ചെയ്യുമ്പോൾ അതില് തമാശയെ മറികടന്നത് വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോകാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ ട്രോള് അല്ലെങ്കിൽ അവർക്കത് കേൾക്കുമ്പോൾ അവർക്കത് പരിഹസിക്കാൻ തോന്നുക എന്നുള്ളൊരു റിസ്ക് ഉണ്ട് അതിനകത്ത്.
അപ്പൊ ആ ഒരു ഹ്യൂമർ വർക്ക് ചെയ്യുമ്പോഴാണ് യൂഷ്വലി ചലഞ്ച് ഫീൽ ചെയ്യാറ്. മറ്റേത് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള പദങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നല്ലേ? മറ്റേ നമുക്ക് അത്ര വലിയ പ്രശ്നം വരുന്നില്ല. ഇപ്പൊ ചിലത് നമ്മള് ചില കാര്യങ്ങൾ അതിലുള്ള ചില യൂസേജസ് പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ നമ്മൾ ആ ഡയലോഗ് തന്നെ മാറ്റി എഴുതേണ്ട സിറ്റുവേഷൻ വരും. പക്ഷെ അതൊരു വലിയ ഇതായിട്ട് തോന്നാറില്ല ഇപ്പൊ കുറച്ചു കാലമായിട്ട്. ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഹ്യൂമർ ഇപ്പോഴും ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം അവിടെ നമ്മൾ കൂടുതൽ ചിന്തിക്കണം. ഇത് ഒരു ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂവില് ഇത് അവർക്ക് പരിഹസിക്കാനോ ചിരിക്കുന്നതിന് രണ്ടർത്ഥം ഉണ്ടല്ലോ. അപ്പൊ ആ മറ്റേ രീതിയിലേക്ക് പോകരുത്. ഓക്കെ, എനിക്ക് മനസ്സിലായി. അതായത് അത് മാത്രമല്ല നമുക്കിവിടെ കണക്ട് ആവുകയും ചെയ്യണം അല്ലെ? അതെ അതെ അതെ. അപ്പോ നമ്മൾ നീരജ് അരുണിന്റെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മറുനാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വരികയും വലിയ രീതിയിൽ ഹിറ്റാവുകയും ചെയ്യുന്ന സിനിമകളുടെ പിന്നാമ്പുറത്ത് അല്ലെങ്കിൽ പിന്നണി കഥകളാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീരജ് അരുണിന്റെ അടുത്ത്. അതിന്റെ എഴുത്ത് വിശേഷങ്ങൾ ചോദിക്കുന്നു, ഡബ്ബിംഗ് വിശേഷങ്ങൾ ചോദിക്കുന്നു. ഇനിയിപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കൂ. സേതുവാണ് കൂടെ. ഹാപ്പി അവേഴ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy hours. Happy hours. എൻ്റെ കൂടെയുള്ളതൊരു എഴുത്തുകാരിയാണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക, ഈ പാൻ ഇന്ത്യൻ സിനിമകളൊക്കെ നമ്മൾ കാണുന്ന ആളുകളാണ് നമ്മൾ മലയാളി ഓഡിയൻസ്. അപ്പോൾ നമ്മൾ ഈ പാൻ ഇന്ത്യൻ സിനിമകൾ പലതും കാണുമ്പോഴും മലയാളം ഡയലോഗ്സ് എന്നുള്ള ആ ഒരു പോർഷൻ എത്തുമ്പോഴേക്കും അവിടെ നീരജ് അരുൺ എന്നുള്ള പേരും കണ്ടിട്ടുള്ളതാണ്. ആ നീരജ് അരുൺ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. കൽക്കി 2898 AD എന്നുള്ള സിനിമയുടെ മലയാളം പോർഷൻ്റെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്ന ആ ഒരാൾ തന്നെയാണുള്ളത്. നീരജ, എങ്ങനെയാണ് ഈ ഡയലോഗ് റൈറ്റിങ്ങിലേക്ക് വരുന്നത്? അതായത് കുഞ്ഞിലേ മുതൽ എഴുത്ത് എന്നുള്ള ശീലം ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഒന്ന് ചോദിക്കുകയാണ്. എഴുത്ത് എല്ലാ കാലത്തും സംവർ അതർ വേ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മെയിൻ പ്രൊഫഷൻ ഇപ്പൊ ചോദിച്ചതനുസരിച്ച് എന്റെ മെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു ട്രെയിനറാണ്, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനറാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എപ്പോഴും പല രീതിയിലുള്ള എഴുത്തുകൾ ലൈഫിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഭാഷകൾ മാത്രം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഞാനൊരു 19 വർഷമായിട്ട് എന്റെ പ്രൊഫഷൻ ഈ ബിസിനസ് കോച്ചിങ് ട്രെയിനിങ് ഒക്കെ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഭാഷകൾ പല നാട്ടിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് ഭാഷകൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭാഷ കയ്യിലുള്ളത് കൊണ്ട് പല രീതിയിലുള്ള കോണ്ടന്റ് റൈറ്റിംഗ് സംവർ അതർവേ വരാറുണ്ടായിരുന്നു. പിന്നെ ഗ്രാജുവലി ആണ് ഡബ്ബിംഗ് സ്ക്രിപ്റ്റുകളിലേക്ക് വന്നത്. അത് മെയിൻ ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മൂവീസ് ചെയ്തിരിക്കുന്നത് വോക്സ്കോം എന്ന് പറയുന്ന കമ്പനിയുടെ ബാനറിലാണ്. അപ്പോ ഇങ്ങനെ ഭാഷ കയ്യിലുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അപ്രോച്ച് വന്നത്. അങ്ങനെയാണ് പതിയെ ഈ ഒരു രംഗത്തേക്ക് എത്തുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഇപ്പൊ ഫുൾ ടൈം ഒരു എഴുത്ത് ജോലിയിൽ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്? അല്ല, ഞാൻ എന്റെ മെയിൻ പ്രൊഫഷൻ പോകുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് അത് ഓരോരോ പ്രോജക്റ്റുകൾ വരുന്നത് പോലെയല്ലേ. അപ്പോ പിന്നെ ഞാൻ ട്രെയിനിങ്ങും മെന്റൽ ഹെൽത്ത് സർവീസസും ആണ് എന്റെ മെയിൻ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അതോടൊപ്പം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ഈ ഒരു മൂവിയിൽ കൽക്കി എന്ന് പറയുന്ന മൂവിയിൽ മൃണാൽ ഠാക്കൂറിന്റെ വോയിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ട്. ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു പറയാണ്ടല്ലേ? അതെ, ഇപ്പൊ നമ്മുടെ സ്ട്രേറ്റ് മൂവി പറയുകയാണെങ്കിൽ പവി കെയർ ടേക്കറില് നായികയുടെ വോയിസ് ഞാനാ ചെയ്തിരിക്കുന്നത്. സ്വാതി കൊണ്ട് വോയിസ് കൊടുത്തിരിക്കുന്ന ഞാനാണ്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയല്ലേ വലിയ സന്തോഷമല്ലേ? ജീവിതത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാന്ന് എല്ലാവരും പറയും, പക്ഷെ അത് സാധിക്കുന്നത് വളരെ കുറച്ച് പേരുള്ളൂ. എനിക്ക് ഇനി പറയേണ്ടത് നീരജയുടെ വീട്ടുകാരെ കുറിച്ചും നീരജയുടെ ആ ഒരു വീടിനെ കുറിച്ചും കോഴിക്കോട്ടെ കഥകളും ഒക്കെയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അതിനുവേണ്ടി കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. Happy hours brought to you by മഹാലക്ഷ്മി സിൽക്സ്, തിരുവല്ല, മുത്തൂർ, ഏറ്റുമാനൂർ. എൻ്റെ കൂടെയുള്ളത് ഡയലോഗ് റൈറ്റർ, അതുമാത്രമല്ല നല്ലൊരു കോച്ച്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ നല്ലൊരു, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഈ ഒരാൾ. നീരജ് അരുണാണ് എൻ്റെ കൂടെയുള്ളത്. കൽക്കി 2898 AD എന്നുള്ള സിനിമ ഇപ്പോൾ തിയേറ്ററിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മലയാളം വേർഷൻ ഡയലോഗ്സ് എഴുതിയിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെയുള്ളത്. നീരജ്, അപ്പോൾ കോഴിക്കോടാണ് നമ്മുടെ ബേസ് എന്ന് പറഞ്ഞു. എനിക്ക് ഇനി പറയേണ്ടത് കുടുംബത്തെക്കുറിച്ചാണ്. എന്നിട്ട് പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് സൂചന തരാൻ പറ്റുവാണെങ്കിൽ അതും കൂടി തന്നോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കോഴിക്കോട്ടുകാരിയാണ്. പിന്നെ എനിക്ക് ഒരു മകനുണ്ട്, +2 പഠിക്കുന്നു. പിന്നെ കോഴിക്കോട് താമസിക്കുന്നത് എന്റെ അമ്മയും പിന്നെ എന്റെ സിസ്റ്ററുണ്ട്. അവര് ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. പിന്നെ ഉള്ളത് ബ്രദറാണ്. ആള് ദുബായിൽ ഹൈഡ്രോപോണിക്സ് എഞ്ചിനീയർ ആണ്. ബ്രദറും വൈഫും അവിടെയാണ്. ഇതാണ് ഫാമിലി. പിന്നെ പഠിച്ചതൊക്കെ ഗ്രാജുവേഷൻ വരെ പഠിച്ചതൊക്കെ കോഴിക്കോട് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ ഹൈദരാബാദിലേക്ക് പോയതും അതിനുശേഷം തിരിച്ചു വന്ന് സെറ്റിൽഡ് ആയത് ഇപ്പൊ കൊച്ചിയിലാണ്. 3 വർഷമായിട്ട് താമസിക്കുന്നത്. പിന്നെ പുതിയ പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോ ഇപ്പൊ അങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ ഒന്നും ആയിട്ടില്ല.
പറ്റുന്നില്ല. വേണ്ട. അതെ, അപ്പൊ എന്തെങ്കിലും നല്ല ഒരു ന്യൂസ് പറയാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് നിൽക്കാം. അടിപൊളി. എന്തായാലും ഞാൻ വേറെ ചോദിച്ചോട്ടെ, 6 ഭാഷകളല്ലേ ഫ്ലുവന്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? 5 ഭാഷകൾ ഫ്ലുവന്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. അത് സ്പീച്ച് നമുക്ക് സംസാരിക്കുന്ന അടക്കം ഫ്ലുവന്റ് ആയിട്ട് കൈകാര്യം ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നുന്നത് പല നാടുകളിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിന്റെ ഉള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയാണെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ എനിക്ക് ഭാഷകൾ പഠിക്കാനും ഞാനൊരു യൂഷ്വലി കുറച്ച് ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. ഇപ്പൊ ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് പഠിക്കാൻ കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നു പോയതാണ്. പിന്നെ വേറെ ഒരു 5-6 ഭാഷകൾ കേട്ടാൽ മനസ്സിലാവും. അടിപൊളി. അപ്പൊ എന്തായാലും നീരജ അരുൺ നമ്മുടെ സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. വിജയം ആഘോഷിക്കുന്നു. ആ വിജയം എന്താ പറയണേ, ആ ഒരു വിജയം കൂടുതൽ ആഘോഷിക്കൂ. അടുത്ത പ്രോജക്റ്റ് ആകട്ടെ എന്നൊക്കെ ആശംസിക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ. കേട്ടുകൊണ്ടിരിക്കുക സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം.